നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും വായനയുടെ ലോകത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വായനയുടെ ലോകത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന പുസ്തകം പി വത്സലയുടെ പോക്കുവെയിൽ പൊൻവെയിൽ എന്ന ഒരു പുസ്തകമാണ്. അതിലെ ഒരു ലേഖനമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അതിലൊരു കഥയാണ് വായിക്കുന്നത്. പി വത്സലയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. നെല്ല് ഒക്കെ എഴുതിയ അറിയപ്പെടുന്ന പ്രശസ്ത നോവലിസ്റ്റാണ് പി വത്സല. അപ്പോൾ പി വത്സലയുടെ പോക്കുവെയിൽ പൊൻവെയിൽ എന്ന പുസ്തകത്തിലെ കൂടുമാറ്റം എന്നൊരു ലേഖനമാണ് ഞാനിവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീമതി ചക്രപാണി കാത്തിരുന്നു. മഴ പെയ്തൊഴിഞ്ഞു, മഞ്ഞു വീണു, വേനൽ കത്തിക്കാളുന്നു. അവൻ തൻ്റെ മകൻ വരുന്നില്ല, വരുന്ന ലക്ഷണമില്ല. നിറമില്ലാത്ത മേഘങ്ങൾക്ക് കീഴെ പറന്നു വരുന്ന ഒറ്റപ്പെട്ട കിളികൾ പറഞ്ഞു, അവൻ അവിടെയുണ്ട്. ജോലിസ്ഥലത്ത് കുഴപ്പമൊന്നും ഇല്ല. ശീതക്കാറ്റിൻ്റെ കാലത്ത് ആരോ പറഞ്ഞു, ഉത്തമന് കുഴപ്പമൊന്നുമില്ല. അവന് സാധാരണ മഞ്ഞുപൊഴിയും കാലത്ത് ജലദോഷവും ഒച്ചയടപ്പും വരുമായിരുന്നല്ലോ എൻ്റെ കുട്ടി. ഇല്ല, അവനത്രയും കുഴപ്പമൊന്നും ഇപ്പോഴില്ല. വേനൽ വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞ് അവസാനത്തെ ഇലകളിൽ ചിലത് പഴുക്കാറായി നിൽക്കുമ്പോൾ അവർ കേട്ടു, അവൻ ജോലിസ്ഥലത്തില്ല. വേനൽക്കാലത്ത് അവസാനത്തെ ഇലയെയും അടിച്ചു വീട്ടും നേരം അവർ അറിഞ്ഞു, ഉത്തമൻ ജോലി ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. എൻ്റെ ഗുരുവായൂരപ്പാ, ഇതിനായിരുന്നോ ഞാനവനെ കണ്ണിലെ മണി പോലെ നെഞ്ചിലെ പ്രാണൻ പോലെ പോറ്റി വളർത്തിയത്? എന്തിനായിരുന്നു എന്ന് ശ്രീമാൻ ചക്രപാണി, ഉത്തമൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടാൻ ഭാഗ്യം സിദ്ധിച്ച ആ സാധു മനുഷ്യൻ ചോദിച്ചു. പതുക്കെ, വളരെ പതുക്കെ. സീതാലക്ഷ്മി കേൾക്കാതെ ചോദിക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് അയാൾ വീട്ടിന് പുറകിൽ അരുമയോടെ നട്ടു വളർത്തിയ ഒട്ടുമാവിനോടും വിശേഷപ്പെട്ട കുരുമുളക് വള്ളികളോടും തൻ്റെ മനസ്സ് തുറന്നു. അയാൾക്ക് ഉത്തമൻ വളരുന്നത് കണ്ടറിഞ്ഞ അവൻ്റെ പിതാവിനറിയാമായിരുന്നു ഒരു നാൾ എന്തെങ്കിലുമൊന്ന് സംഭവിക്കും. സീതാലക്ഷ്മി അവനെ തന്നെത്താൻ വളരാൻ അനുവദിച്ചിരുന്നില്ലല്ലോ. അമ്മ അവന് ചുറ്റി എപ്പോഴും ഒരു വേലി കെട്ടിയിരുന്നു. ആ വേലി ഒരു അവയവം പോലെ അവൻ കൊണ്ടു നടന്നു. എന്നെങ്കിലും ഒരു നാൾ തട്ടിത്തടഞ്ഞുകൊണ്ടുള്ള ആ നടത്തം അവൻ അവസാനിപ്പിക്കുമെന്നും ചിറകുകൾ വിടർത്തി വേലിപ്പുറത്തേക്ക് പറന്നു പോകുമെന്നും ഉത്തമൻ്റെ പിതാവിന് അറിയാമായിരുന്നു. ഈ അറിവ് അയാൾ സീതാലക്ഷ്മി അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യ പ്രേമം പോലെ ഉള്ളിൽ അടക്കി വെച്ചു. ഈ 1-ാം തീയതി മുതൽക്ക് അവൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ മാർഗമൊന്നുമില്ല. ഉത്തമൻ ചെയ്തത് കടുങ്കൈയാണെങ്കിലും അതുമായി പൊരുത്തപ്പെടണമെന്ന് ശ്രീമതി ചക്രപാണിയുടെ കൂട്ടുകാരികൾ ഉപദേശിച്ചു. അവൻ എത്ര അനുസരണയുള്ള കുട്ടിയായിരുന്നു. ഭാഗ്യത്തിൽ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആപ്പീസിന് മുമ്പിലെ സർക്കാർ സ്കൂളിലാണ് ഉത്തമന് സീറ്റ് കിട്ടിയത്. അവിടെയും അവർ ജയിച്ചു. മകനെ സർക്കാർ വിദ്യാലയത്തിലെ പഠിപ്പിക്കൂ എന്ന അവൻ്റെ അച്ഛൻ്റെ ആഗ്രഹവും സഫലമായി. അവൻ സമരങ്ങളിലൊന്നും പെടാതിരിക്കാൻ ശ്രീമതി ചക്രപാണി സ്കൂൾ പ്യൂൺ ശങ്കരൻ നായരെ പ്രത്യേകം ചട്ടകെട്ടിയിരുന്നു. ശങ്കരൻ നായർക്കും സന്തോഷം. ചായ കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്നത് കൊണ്ടല്ല, ഈ തെറിച്ച പിള്ളേരുടെ ഇടയ്ക്ക് ഒരു തങ്കത്തരി തിളങ്ങി മിനുങ്ങുന്നത് കാണാനുള്ള കൊതി തന്നെ. സമരക്കാർ ഗേറ്റിന് മുമ്പിലെത്തുന്ന നിമിഷം ശങ്കരൻ നായർ ഉത്തമൻ പഠിക്കുന്ന ക്ലാസ്സിലേക്ക് ഓടും. കയ്യാലെ പിടിച്ച് പുസ്തകങ്ങൾ വാരി സഞ്ചിയിൽ നിറച്ച് അവനെ ശ്രീമതി ചക്രപാണിയുടെ ആപ്പീസിലിരിക്കുന്ന 3-ാം നിലയിലേക്ക് കൊണ്ടുവരും. തുടരും വീണ്ടും.